ഹലോ ഹെൽക്കൻസ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജാനുവരി 25 ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഡേ ആണ് കേട്ടോ, അതായത് മനസ്സമ്മത ദിവസം. അപ്പം ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ചർച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കണതാണ്. കാണുമ്പോൾ വിചാരിക്കും ഇവന്മാർ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോണതാണ്. നഴ്സറി പോകുമ്പോൾ ബാഗ് ഇടാൻ മടിയുള്ളവന്മാരാണ്. വേറെ എവിടേക്ക് പോകുമ്പോൾ ബാഗ് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെ ബാഗും തോളത്തിട്ടിട്ട് ഇറങ്ങിയേക്കണത് കേട്ടോ. നേരത്തെ കൂട്ടി പറഞ്ഞു വെക്കും, റൂമിൽ നിന്ന് എന്തൊക്കെയാണോ കയ്യിലും എടുത്തിട്ട് പുറത്തേക്ക് പോണേ അതൊക്കെ വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ എന്നും പറഞ്ഞിട്ട് അതേപോലെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അത് കാരണം പിന്നെ റൂമിൽ നിന്ന് എന്ത് കൊണ്ടുവരാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം കാറിൽ തന്നെ വെച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ചേട്ടൻ എന്ത് ചെയ്യണോ അത് തന്നെ നോക്കി കണ്ടുപിടിക്കുകയാണ് ഇപ്പം അനിയൻ്റെ റോൾ കേട്ടോ. ഇപ്പം തന്നെയല്ല, മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പം ഇച്ചിരി കൂടിയിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഉത്മേതയിലുള്ള സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ചിലേക്ക് കണ്ടോ നേരെ പോയത്. അവിടെയാണ് ഇന്ന് അമ്പ് പെരുന്നാളാണ്. നാട്ടിൽ അമ്പ് പെരുന്നാൾ എന്തായാലും മിസ്സായി, പക്ഷെ ഇവിടുത്തെ അമ്പ് പെരുന്നാൾ മിസ്സാക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളിത് അമ്പ് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ എന്തോരം ആൾക്കൂട്ടാണെന്നറിയോ, ദുബായ് മൊത്തം മലയാളികൾ മൊത്തം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, അത്രയും ആൾക്കൂട്ടായിരുന്നു. ആ കൊട്ടും പാട്ടും ആഹാ നല്ല രസമായിരുന്നു കേട്ടോ കുറേ നേരം കേട്ടിക്കാനായിട്ട്. കാര്യം ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൊട്ടൊന്നും അടുത്തുനിന്ന് പോയി കാണാൻ പറ്റില്ല, പക്ഷെ നല്ലോണം ഞാൻ കണ്ടു കേട്ടോ. കാരണം തൊട്ട് മുന്നിൽ നിൽക്കുന്നവരൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ അവരുടെ ഫോണിലൂടെ കൊട്ടും പാട്ടൊക്കെ കണ്ടു കേട്ടോ. നമുക്കിനി കുറച്ച് നേരം നമ്മുടെ ദുബായിലുള്ള അമ്പ് പെരുന്നാളൊന്ന് ആസ്വദിക്കാം. അങ്ങനെ കൊട്ടൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവർക്കും അവിടെ വന്ന എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ നേർച്ച കൊടുക്കുന്നത് പോലെയാണോ ഇതൊന്നും എനിക്കറിയില്ല, ഒരു ഫുഡിൻ്റെ പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വന്ന എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും വാങ്ങി കേട്ടോ. ഒന്നിരിക്കാനും നിൽക്കാനും പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങളിങ്ങനെ തപ്പിപ്പിടിച്ച് അവസാനം ഞങ്ങൾക്കൊരു ഇച്ചിരി സ്ഥലം കിട്ടി. നമ്മളവിടെ ഇരിപ്പായിട്ടോ. പോരാത്തതിന് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിരുന്നു. ഈ ഒരു 3-4 ദിവസം നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്യാൻ ചാൻസ് കാണുന്നുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളായിരുന്ന സമയത്തൊന്നും മഴ പെയ്തില്ല. പിന്നെ പാക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു പപ്സ് ഉണ്ടായിരുന്നു, ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ഒരു കേക്ക് ഉണ്ടായിരുന്നു. അപ്പം 4 പൊട്ടിച്ചൊന്നുമില്ല കേട്ടോ. ഒരെണ്ണം തന്നെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവന്മാർക്ക് കൂടുതലും പപ്സാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ച് കഴിച്ചതിൻ്റെ രംഗമാണ് ഈ കാണുന്നത്. ആ അരു മാത്രം കഴിച്ചിട്ടാണ് വെച്ചത് കേട്ടോ, ബാക്കി എനിക്ക് തന്നു. അങ്ങനെ വേസ്റ്റ് കളയാൻ പറഞ്ഞിട്ട് വിട്ടതാണ് ഈ 2 എണ്ണത്തിനെ. കളയാൻ പറഞ്ഞത് അത് അവിടെ കൂട്ടിയിട്ടേക്കണ സ്ഥലത്ത്, പക്ഷെ ഇവർ 2 പേരും പോയി കളഞ്ഞത് നിങ്ങൾ കണ്ടോട്ടാ. കളയാൻ പറഞ്ഞത് എവിടെ, കൊണ്ട് കളഞ്ഞത് എവിടെ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എണീറ്റ് പോയി അതെടുത്ത് അപ്പുറത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ടോ.
പക്ഷെ എൻ്റെ ഒപ്പം ഈതപ്പനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനെ കൊണ്ട് തന്നെ എടുപ്പിച്ചിട്ട് അപ്പുറത്ത് കൊണ്ട് ഇടിക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ എടുത്തപ്പോഴത്തേക്കും അതിൽ നിന്ന് കുറേ സാധനങ്ങൾ താഴെ വീണു. പിന്നെ ഞാൻ അതൊക്കെ പെറുക്കി അപ്പുറത്ത് കൊണ്ടിട്ട് നല്ല മേളമായിരുന്നു. മഴ പെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരമായി കഴിഞ്ഞപ്പോൾ കറക്റ്റ് നല്ല മഴ. വീണ്ടും ഞങ്ങൾ കയറി നിന്നു കേട്ടോ. പിന്നെ മഴ ഒന്ന് തോർന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. കാരണം അത്രയും നല്ല മഴക്കാരായിരുന്നു. ഇനി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴയത്ത് വിടും, കാരണം കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ചെറിയൊരു പർച്ചേസിങ് നടത്താനാണ് കേട്ടോ. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇവരാണെന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് ഒരു നല്ല ഉറക്കമായിരുന്നു വണ്ടി വെച്ചിട്ട്. അപ്പം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവരെ വിളിച്ചത്. ആ ഉറക്കം കംപ്ലീറ്റ് ആവാണ്ട് എണീറ്റ് എൻ്റെ ആ മ്ലാനതൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. ഒരാൾ പിന്നെ ഈ ട്രോളിയിലിരുന്നു, പക്ഷെ ഒരാൾ എൻ്റെ ഒക്കത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാനുള്ള മോഹം. അല്ലെങ്കിലും വൈകുന്നേരത്തെ ചായ മിസ്സാക്കാനായിട്ട് ഞാൻ ചാച്ചനും അങ്ങനെ മുതിരാറില്ല. അങ്ങനെ ചായ എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തലവേദന എടുക്കും. അതൊക്കെ ഞങ്ങളുടെ തോന്നലാണ് കേട്ടോ, തോന്നലൊന്നല്ല. അങ്ങനെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു തലവേദന ഞങ്ങൾക്ക് രണ്ടുപേർക്കും പതിവാണത്. പക്ഷെ ഞങ്ങളുടെ വിചാരം അത് ചായ കുടിക്കാത്തതുകൊണ്ടാണെന്ന്. അതൊരു തോന്നലാണോ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് കോഴിക്കോട്ടൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ ഇവന്മാർ തൊട്ട് നോക്കിയില്ല. കാരണം ഓൾറെഡി ആ മറ്റേ സാൻഡ്വിച്ചും പപ്സൊക്കെ കഴിച്ചേക്കുന്ന വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട്ടയും ഒക്കെ ഓർഡർ കഴിച്ചത്. പക്ഷെ കഴിച്ചില്ല. അവസാനം ഞാൻ തന്നെ കഴിച്ചു. പിന്നെ പഴംപൊരി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചാച്ചനാണെങ്കിൽ ഈ ചക്കടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവന്മാർ ചായ നമ്മുടെ നിന്ന് കുടിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചാച്ചൻ എന്ത് ചെയ്തു, 2 ചായക്ക് പകരം 3 ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരാണെന്നുണ്ടെങ്കിൽ ആ ചായ കുടിച്ചതും ഇല്ല. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഏതപ്പന് മൺഡേ ഫയൽ കൊണ്ടുപോകണം എന്നും പറഞ്ഞിട്ട് മാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഫയൽ വാങ്ങിയില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ വീണ്ടും നമ്മൾ കയറി. അങ്ങനെ ഫയലും വാങ്ങി, അതേപോലെ നമ്മളൊരു ഫാനും വാങ്ങി. നമ്മൾ ഹാളിൽ ശരിക്കും സെൻട്രലൈസ്ഡ് AC ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഹാളിലേക്ക് ഒരു ഫാൻ വേണമായിരുന്നു. കാരണം അവിടെയൊക്കെ കിടക്കുമ്പോൾ ഫുള്ളിങ്ങനെ AC ഇട്ട് തരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല പണി കിട്ടും. അത് കാരണം നമ്മൾ ഫാൻ വാങ്ങി. അവിടെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ TV ഒക്കെ കാണാനിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഫാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വലിയൊരു പർച്ചേസിങ്ങും കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവന്മാരാണെങ്കിൽ ബില്ലടിക്കുന്ന സമയത്ത് അവിടെ 2 കാറ് കണ്ടായിരുന്നു കേട്ടോ. ഇന്നെന്തോ ഇവന്മാരങ്ങനെ വലിയ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ. ടോയ്സ് വേണം അങ്ങനെ വേണമെന്നൊന്നും വാശി പിടിച്ചില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചോളാന്നൊക്കെയാണ് ഇന്ന് എഴുതപ്പം പറഞ്ഞത്. ഡോണ് പിന്നെ അങ്ങനെ പറയാറായിട്ടില്ല. ഡോണ് ആയാലും അത് വേണമെന്ന് പറഞ്ഞ് ഒന്നും വാശി പിടിച്ചില്ല കേട്ടോ. നല്ല പിള്ളേരായിരുന്നു, എന്ത് പറ്റിയാവും അറിയില്ല. അപ്പോൾ അങ്ങനെ നല്ല പിള്ളേരായിരുന്നത് കാരണം ഇറങ്ങണ നേരത്ത് അവിടെ ഇരുന്ന് 2 ടോയ്സ് വാങ്ങി ഞങ്ങൾ കൊടുത്തു കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതുപോലെ വാശിയൊന്നും പിടിക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ തോന്നുന്നു എന്തായാലും. അങ്ങനെ ഈ ടയേർഡായ മുഖം വെച്ചിട്ട് നമ്മളിതേ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടുള്ള കലാപരിപാടികളൊക്കെ ഇതോടുകൂടി കഴിഞ്ഞു. അങ്ങനെ തൂക്കിക്കൊണ്ടുപോയ ബാഗൊക്കെ ഇവന്മാർ തിരിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.